പ്രേരിപ്പിക്കുകയും നല്ല പുസ്തകങ്ങൾ വരുമ്പോൾ ഞങ്ങളെ അറിയിക്കുകയും ഇത് വായിക്കണമെന്നൊക്കെ നിർബന്ധിക്കുകയും ചെയ്ത ഒരുപാട് മുതിർന്ന പത്രപ്രവർത്തകന്മാർ കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അന്ന് പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക്, മാധ്യമപ്രവർത്തകരുമായി ഉണ്ടായ വ്യക്തിപരമായ ബന്ധം തീർച്ചയായും അത് ഇന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. വ്യക്തിപരമായ ബന്ധം പുലർത്താൻ പൊതുപ്രവർത്തകരും മടിക്കുന്നു, മാധ്യമപ്രവർത്തകരും മടിക്കുന്നു എന്നുള്ളതൊരു കാര്യമാണ്. നമ്മൾ കേരളത്തിൻ്റെ മാധ്യമപ്രവർത്തനം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം. കാരണം കൊല്ലം കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്തിന് തുടക്കം കുറിച്ച ഒരു സ്ഥലം കൂടിയാണ്. CV കുഞ്ഞിരാമനെ പോലെ, KG ശങ്കരെ പോലുള്ള പ്രഗത്ഭരായ പത്രാധിപന്മാർ ആദ്യം പത്രങ്ങളും മാസികകളുമെല്ലാം സ്ഥാപിച്ചു. ഈ രംഗത്തേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. എങ്ങോട്ടാണ് മാധ്യമപ്രവർത്തനം പോകുന്നത് എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അൺഎത്തിക്കൽ ടു ദ കോർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തലത്തിലേക്കാണ് പോകുന്നത്. പണ്ടൊക്കെ വളരെ രസകരമായൊരു കാര്യം ഉണ്ടായിരുന്നു. തെറ്റായ ഒരു വാർത്ത ഒരു പ്രിന്റ് മീഡിയയിൽ വന്നാൽ ഉറപ്പായി 24 മണിക്കൂറിനകം അടുത്ത പത്രം വരുമ്പോൾ പത്രാധിപരുടെ ഒരു ഖേദം കുറിപ്പുണ്ടാവുമായിരുന്നു. ഖേദം, ഇന്നലെ അത് തെറ്റായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്, അതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ വാർത്ത ഒന്ന് മാറ്റിവെക്കുന്ന പോലുമില്ല. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ആ വാർത്തയുടെ പുറകെ പോവുകയും കുറേ കൂടി അസത്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. എല്ലാ ദിവസവും ഒരുപാട് ചാനലുകൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് വാർത്തകൾ വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ വാർത്തകൾ കിട്ടാതിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് മറ്റേ കയ്യിൽ ഭസ്മം എടുക്കുന്നത് പോലെ ആകാശത്ത് നിന്നും വാർത്തകൾ ക്രിയേറ്റ് ചെയ്ത് വാർത്തകൾ ഉണ്ടാക്കുകയാണ്. ചില വാർത്തകൾ കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നും അവർ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ പരിഹസിച്ച് ചിരിക്കുന്നുണ്ടെന്നും മറക്കരുത് എന്നാണ് എൻ്റെ വിനയപൂർവമായ അപേക്ഷ. ഞാൻ രാഷ്ട്രീയ നേതാക്കളെയോ ഭരണകൂടങ്ങളെയോ വിമർശിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടങ്ങളും എല്ലാം വിമർശനത്തിൻ്റെ പരിധിയിലുണ്ടായിരുന്നു. ചിലപ്പോൾ കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ ചില ആളുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മാധ്യമപ്രവർത്തനം പോവുകയും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ചില ചാനലുകളും ചില വാർത്താമാധ്യമങ്ങളും ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പുറകെ മുഖ്യധാര മാധ്യമങ്ങൾ കൂടി ഈ ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ പേരിൽ പുറകെ പോകുന്ന സങ്കടകരമായ കാഴ്ച കൂടി കാണുന്നുണ്ട്. ഞാൻ മാറി നിന്ന് നോക്കുന്ന മുഖ്യമന്ത്രിയായി ഞാനിത് പറഞ്ഞതായിട്ട് നിങ്ങൾ കരുതണ്ട. മാറി നിന്നിത് നോക്കുന്ന ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് മാത്രം കേരളത്തിലെ ഏറ്റവും മുതിർന്ന പത്രപ്രവർത്തകരായി ഞങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരോട് ആ സങ്കടവും ആവേശവും പങ്കുവച്ചു എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. വിമർശനത്തിൻ്റെ തലത്തിലേക്കൊന്നും പോകുന്നില്ല. വിമർശിക്കാൻ മടിയുണ്ടായിട്ടോ വിമർശിക്കാൻ ഭയം ഉണ്ടായിട്ടോ അല്ല, അങ്ങനെയൊന്നുമില്ല, അതല്ല. പക്ഷേ ഇത് കേരളം ചർച്ച ചെയ്യപ്പെടണം. മുതിർന്ന മാധ്യമപ്രവർത്തകർ അവർക്ക് വഴികാട്ടികളായി മാറണം എന്നുകൂടി എൻ്റെ അഭ്യർത്ഥനയുണ്ട്.